ഇന്നൊരു വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ഞങ്ങൾക്കും നിങ്ങൾക്കുമെല്ലാം. ഇന്ന് ഫ്ലവേഴ്സിന്റെ വാർഷികമാണ്. ഈ ദിവസമാണ് വിജയകുമാരെ ഫ്ലവേഴ്സ് നമ്മൾ തുടങ്ങിയത്. ഈ ഏപ്രിൽ 12 എന്ന് പറയുന്ന ആ ദിവസമാണ് ഫ്ലവേഴ്സ് നമ്മുടെ ടെലിവിഷൻ ആകാശത്തേക്ക് പറന്നിറങ്ങിയത്. 10-ാം വാർഷികം, 10 വർഷം തികയുന്നു. 10 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 10 വയസ്സാണ്. അപ്പോൾ ചാനലിന് 10 വയസ്സായി. ഈ 10 കൊല്ലങ്ങൾക്കിടയിൽ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വിനോദ ചാനലായി ഫ്ലവേഴ്സ് മാറി. പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന ഈ മഞ്ചേരി ഭാഗത്തൊക്കെ ഫ്ലവേഴ്സിന്റെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഫ്ലവേഴ്സ് ഓക്കെ. അപ്പം പ്രത്യേകിച്ച് ഒരുപാട് വെറൈറ്റി ഉള്ള പ്രോഗ്രാം വന്നു എന്നൊക്കെ പ്രേക്ഷകർ പറഞ്ഞു. പ്രേക്ഷകർ സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് ഈ 10 കൊല്ലം നിലനിൽക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വാർഷിക വേളയിൽ നമ്മുടെ പ്രേക്ഷകർക്കാണ് ആദ്യം നന്ദി പറയേണ്ടത്. ഈ ഫ്ലവേഴ്സിന്റെ മടിത്തട്ടിൽ നിന്നാണ് 24 പിറവിയെടുക്കുന്നത്. ഫ്ലവേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 24 എന്നൊരു വാർത്താ ചാനലും ആരും കാണാൻ പോകില്ലായിരുന്നു. അപ്പോൾ 24 ഫ്ലവേഴ്സിനോട് കടപ്പെട്ടിരിക്കുന്നു. ഫ്ലവേഴ്സിന്റെ മടിത്തട്ടിൽ നിന്ന് വന്ന 24 ഇപ്പോൾ ഒരു ജൈത്രയാത്രയിലാണ്. ഈ ജൈത്രയാത്ര എന്ന് ഞാൻ പറഞ്ഞത് ഈ ലഹരി പ്രയോഗത്തിനെതിരായിട്ടുള്ള നമ്മുടെ യാത്ര വിജയത്തിലേക്ക് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേളയിൽ നമ്മുടെ ഈ 10ാം വാർഷികം പ്രമാണിച്ച് മനോഹരമായ ഒരു ഗീതം നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിക്കാം. അപ്പോ ഓക്കെ അല്ലേ വിജയകുമാർ, ആഷ്മി? ഓക്കെ, നമ്മൾ ആ പാട്ടൊന്ന് പ്ലേ ചെയ്യുന്നു. PCR പ്ലേ. ചിത്രയാണ് വിജയകുമാർ ഈ പാട്ട് പാടിയിരിക്കുന്നത്. വളരെ സന്തോഷം. നന്ദു കർത്തയാണ് ഇതിന്റെ പാട്ട് എഴുതിയത്. അപ്പൊ എന്തായാലും ഈ 10ാം വാർഷികത്തിലെ മനോഹരമായ പാട്ട് നിങ്ങൾ ആസ്വദിച്ചാണ്. ചിത്രാമ്മ എന്ന് പറയണം നമ്മള്, കുറച്ച് ബഹുമാനത്തിൽ. ചിത്രേച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ ചിത്രാമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് കയറി അടിക്കും. ചിത്രേച്ചിയാണ് നമ്മൾ മലയാളത്തിന്റെ മാത്രമല്ല തെന്നിന്ത്യയുടെ വാനമ്പാടി. ചിത്രയ്ക്ക് ഒരു പ്രത്യേക നന്ദി, അഭിനന്ദനം. മാത്രമല്ല ഫ്ലവേഴ്സിന്റെ പല പരിപാടികളിലും ചിത്രയുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. തുടർന്നും ചിത്രയുടെ ശബ്ദം പ്രേക്ഷകരിലെത്തിക്കാൻ ഞങ്ങൾ കഴിയട്ടെ. അപ്പോൾ ഈ 10ാം വാർഷിക വേളയിൽ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും നന്ദി.